ഹലോ ഗൈസ്, ഞാനപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ മാധൂട്ടന്റെ സ്കൂളിൽ പേരൻസ് ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ മാസം. അതായത് അവരുടെ യൂത്ത് ഫെസ്റ്റിവലിന് മുന്നായിട്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ അരുൺ ചേട്ടനും നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അരുൺ ചേട്ടനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ കുട്ടികളുടെ പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതുപോലെ തന്നെ അതിനു മുന്നേ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് മുന്നേ തന്നെ നമ്മുടെ പേരൻസ് നമ്മുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ആ ഫോട്ടോസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ആ ഒരു ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഹാപ്പി പേരൻസ് ഡേ സെലിബ്രേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ മാധൂട്ടന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു പ്രോഗ്രാം. നമ്മുടെ കേശൂട്ടൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ അവർ വേറെ സെക്ഷനാണ്. ഇവര് പ്രീ പ്രൈമറിയുടെ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ പേരൻസ് ചെല്ലുന്നതനുസരിച്ച് ഓരോ ടോക്കൺ തരും കേട്ടോ. ആ ഒരു ടോക്കണിൽ നിന്ന് വിളിക്കുന്ന ഭാഗ്യവാനും ഭാഗ്യവതികളുമായിട്ടുള്ള പേരൻസും മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിൽ ചെല്ലേണ്ടത്. ബാക്കി എല്ലാ പേരൻസും അവിടെ ഉണ്ട്. നമ്മുടെ സ്റ്റേജിൽ കയറി ഓരോ ഇതുണ്ടല്ലോ, ആ ഒരു ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോക്കൺ കൊടുക്കുന്നത് അനുസരിച്ചാണ് കേട്ടോ ചെല്ലുന്നത്. ആദ്യമേ തന്നെ ഇഡ്ഡലി തീറ്റ മത്സരമായിരുന്നു. ഇഡ്ഡലി തീറ്റ മത്സരം എന്ന് പറയുമ്പോൾ നമ്മള് എല്ലാരും ഓർക്കുന്നു മറ്റേ തീറ്ററപ്പായുടെ കൂട്ട് ഒത്തിരി ഇഡ്ഡലി കഴിക്കുന്നതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒരു ഇഡ്ഡലി നമ്മൾ പേരൻസിന്റെ കയ്യിൽ കൊടുക്കും. അത് ഏറ്റവും ആദ്യമേ നല്ല രീതിയിൽ ഫിനിഷ് ആക്കി കുട്ടികൾക്ക് കൊടുക്കുന്ന പേരൻസിനായിരിക്കും ഫസ്റ്റ് കിട്ടുക. അതിനുശേഷം നമ്മുടെ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഗെയിമായിരുന്നു കേട്ടോ. സാരി ഉടുപ്പിക്കലായിരുന്നു ആ ഒരു ഗെയിം. നമ്മുടെ ചേച്ചിയുടെയും ചേട്ടന്റെയും ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്കറിയില്ല. ആ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ ഒരു ഗെയിം മറ്റേ തലയെവിടടെ എന്റെ കാലെവിടടെ വാലെവിടടെ എന്നുള്ള ഒരവസ്ഥയായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ പേരൻസും ആ ഒരു മെറൂൺ ഷർട്ട് ഇട്ട ചേട്ടനുണ്ടല്ലോ, ആ ഒരു ഷർട്ടല്ല ടീഷർട്ട് ഇട്ട ആ ഒരു ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടനായിരുന്നു കേട്ടോ സത്യസന്ധമായിട്ട് പറഞ്ഞ ഫസ്റ്റ്. എങ്ങനെ അടിച്ചെടുത്തു എന്നൊന്നും അറിയില്ല. മറ്റേ നമ്മുടെ ശിക്കാരി ശംഭുവിന്റെ ആ ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഒരുമാതിരി നല്ല രീതിയിലൊക്കെ ഉടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചേട്ടനാണെങ്കിലും സാരിയുടെ തല എവിടെടേ വാലെവിടടെ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ. എങ്ങനെയെന്നറിയില്ല, അവർക്കും തേട് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടനും ഒരുവിധമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതിനകത്തിലൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർക്ക് ഈ ഒരു സംഭവത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവരിങ്ങനെ മറ്റേ നമ്മുടെ ഡമ്മി പോലെ അങ്ങ് നിന്നു കൊടുക്കുക. നമ്മുടെ ഹസ്ബൻഡുമാര് എങ്ങനെയാന്ന് വെച്ചാൽ അത് അവരുടെ യുക്തിക്ക് അനുസരിച്ചുള്ള രീതിയിൽ ഉടുപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് കേട്ടോ. നമ്മുടെ ചേട്ടൻ വളരെയധികം പരാജയപ്പെട്ടു. അതിനെക്കാട്ടില് പരാജയപ്പെട്ട ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ചേട്ടൻ എങ്ങനെയാന്നറിയില്ല, എങ്ങനെയൊക്കെയോ ഉടുത്ത് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. തേർഡ് പ്രൈസ് കിട്ടിയത് ചക്ക വീണ് മുയില് ചത്തു എന്നുള്ള അവസ്ഥയാണെന്നാണ് ചേട്ടൻ പറയുന്നതെങ്കിൽ അവള് പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ മൂന്നാമത് പോയി നിന്നുകൊണ്ടാണ് എനിക്ക് ആ ഒരു തേർഡ് പ്രൈസ് കിട്ടിയത് എന്നാണ് കേട്ടോ. രണ്ടുപേർക്കും പലമാതിരി വാദങ്ങളുണ്ട്. കണ്ടോ, സാരി ഉടുത്തിട്ടും ബാലൻസ് കുറെ ഒഴുകി നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് സത്യസന്ധമായിട്ട് പറഞ്ഞാല് നല്ല അപാര കോമഡി പരിപാടിയായിരുന്നു. ഇതിന് ശേഷം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇടിയപ്പം ഉണ്ടാക്കലായിരുന്നു. ഇടിയപ്പം ഉണ്ടാക്കൽ ഗെയിം വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പേരൻസിന് തന്നെയാണ്. നമ്മുടെ പുരുഷ കേസരികളായിട്ടുള്ള പേരൻസ് ഉണ്ടല്ലോ, ആ ഒരു പേരൻസിനായിരുന്നു കേട്ടോ. പലരും നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മാവും വെള്ളവും മറ്റേ ഇടിയപ്പം ഞെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവമൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മള് സ്വന്തമായിട്ട്, നമ്മളല്ല, ആ ഒരു പേരൻസ് അച്ഛന്മാര് ആ മാവ് കുഴച്ച് നമ്മുടെ സേവനാഴിക്കകത്തോട്ട് ഇട്ടിട്ട് അതിങ്ങനെ കറക്കി കറക്കി പാത്രത്തിനകത്തിൽ ഇടുക. വെറുതെ ഇടുകയല്ല, നമ്മള് ഇടിയപ്പത്തിന് എങ്ങനെയാണോ ഞെക്കുക അതേപോലെ ആണ് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കുന്നോ അത്രയും നമ്മള് വിജയികളാണ്. ഞാൻ ഈ ഒരു പ്രോഗ്രാമിൻ്റെത് ഫൈനൽ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങ് പോന്നിട്ടുണ്ടായിരുന്നേ. കാരണം എനിക്ക് അവിടെ നിൽക്കാനുള്ള ടൈം ഇല്ലായിരുന്നു. എനിക്ക് ജോലിക്കും പോകണമായിരുന്നു.
അതുകൊണ്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോസ് ഒക്കെ എടുത്ത് തന്നത് ചേച്ചിയാണ് കേട്ടോ, ലാസ്റ്റ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടിയപ്പം ഉണ്ടാക്കലില് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പൊ എന്തൊക്കെയായാലും ഈ പ്രോഗ്രാം നല്ല സൂപ്പർ ആയിരുന്നു. നമ്മുടെ പേരൻസിനും കുഞ്ഞു മക്കൾക്കും ഒക്കെ ഓരോ നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. അതിനുശേഷവും നമ്മുടെ ടീച്ചേഴ്സിൻ്റെതും കുഞ്ഞുങ്ങളുടേതും ഒക്കെ ആയിട്ടുള്ള ഡാൻസ് പ്രോഗ്രാം ഒക്കെ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളും കൂടെ നേരത്തെ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ട് അങ്ങനെയാണ് ഈ ഒരു ഡാൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞാല് അവിടെ ഇരിക്കാൻ നല്ലൊരു ടൈം പാസ് തന്നെയായിരുന്നു കേട്ടോ, അവിടെ ഉണ്ടായിരുന്നവർക്കും നമുക്കും എല്ലാം. നേരത്തെ പോയതുകൊണ്ട് ഇതാണ്ട് ഈ പ്രോഗ്രാം ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നല്ല രീതിയിൽ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മാധുവിന്റെ ഫ്രണ്ട്സ് ഗ്യാങ് ആണ് കേട്ടോ ഇതാണ്ടിത്. അവരുടെ കൂടെ നിന്ന് അവനും കുറച്ച് ഫോട്ടോസ് വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവൻ മാധുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ.